പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് ഇന്ന് മലയാളം മെസ്സേജ്. ഇതൊരു പ്രൊഫറ്റിക് ഡിക്ലറേഷനായ ഒരു മെസ്സേജാണ് എടുക്കുന്നത് മലയാളത്തിൽ. ഇന്നലെ ഇതേ മെസ്സേജ് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നു രാത്രിയിൽ ന്യൂ ഇയർ ഈവിന്. ഇത് മലയാളത്തിൽ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും പ്രൈസ് ദി ലോർഡ് ഈ മെസ്സേജ് ഷെയർ ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉത്സാഹിപ്പിക്കുന്നു. പ്രോഫറ്റിക് ഡിക്ലറേഷൻ മെസ്സേജ് ഓഫ് 2026. Praise the Lord. Hallelujah. Glory be to God. ഉന്നതന്നേ അത്യുന്നതന്നേ അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. പ്രൈതലോൺ. ഇന്നത്തെ എല്ലാ ദിവസവും കർത്താവിന് നന്ദി പറയാം. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം തരുന്നതിനോട് നന്ദി പറയും. ദൈവം എത്ര നല്ല ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ ഇന്നും എഴുതിയ ക്ലാസ്സാണ്. പ്രൈസ് ദി ലോർഡ്. 60 pence. അപ്പം എല്ലാ ദിവസവും നമുക്ക് കർത്താവ് നന്ദി പറയും. എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് കർത്താവ് തരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാം. പിതാവിനെ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ കർത്താവ് ഇന്നത്തെ ഈ വചനത്തോർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഷെയർ ചെയ്യുന്ന ഈ അവസ്ഥയോർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്ര വലിയവനാണ്. പുനഃ കർത്താവ് അങ്ങ് സർവശക്തനായ ദൈവമാണ്. അങ്ങ് രാജാക്കന്മാരുടെ രാജാവ്, അങ്ങ് സൃഷ്ടാവ്, അങ്ങ് രക്ഷിതാവ്. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളുടെ ദൈവത്തിന് നന്ദി പറയും. ഈ 2026 കാണാനുള്ള കൃപ തന്ന ദൈവത്തിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തെ കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മയുടെ നാമത്തിൽ യേശുവിൻ്റെ തിരുത്തത്താൽ മുദ്രയിട്ട് ഞാൻ ബൈബിൾ മെസ്സേജ് ചെയ്യാൻ അയക്കുന്നു. ഈ പ്രോഫറ്റിക്കൽ ദൂത് ഞാൻ അയക്കുന്നു. ആർക്കൊക്കെ ഈ ദൂത് യേശുവിൻ്റെ നാമത്തിൽ ആരൊക്കെ ഈ ദൂതിന് വേണ്ടി പ്രതികരിക്കുന്നുണ്ടോ, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, കർത്താവെ അവരിലേക്ക് ഇത് ചെന്ന് 100 മേനി ഫലം പ്രകടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കർത്താവ് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രോഫറ്റിക് ഡിക്ലറേഷൻ ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ കർത്താവെ ഹെവൻലി ദൂതഗണങ്ങൾ, സ്വർഗീയ ദൂതഗണങ്ങൾ കർത്താവെ ഈ അങ്ങയുടെ ഈ ശക്തമാറ്റമില്ലാത്ത വചനം അനേക ആൾക്കാരിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങ് എത്തിക്കുന്നതിനോട് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലിസി ചാക്കോ, ഗോഡ് ബ്ലെസ് യു. Thomas Matthew, God bless you. Claire, Betsy, God bless you everybody. Please share this gospel message, okay? If you can type from where you are, എവിടെ നിന്ന് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇത് 2ാമത്തെ മെസ്സേജാണ്. 3ാമത്തെ മെസ്സേജാണ് ഇന്ന് എടുക്കുന്നത്. വെളുപ്പിന് ഇന്നലെ എടുത്തിരുന്നു ന്യൂ ഇയർ ഈവിന് മെസ്സേജ് എടുത്തിരുന്നു, ഇംഗ്ലീഷ് മെസ്സേജ്. ആ സെയിം മെസ്സേജിന് മലയാളത്തിൽ ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൂടാതെ സ്ട്രീറ്റിൽ പോയി കർത്താവിൻ്റെ ഇന്ന് ന്യൂ ഇയർ മെസ്സേജ് പ്രസംഗിക്കാനുള്ള കൃപ തന്നതിനോട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ജീവിത കർത്താവ് തന്നിരിക്കുന്നത്, ജീവിതത്തിൽ നമുക്ക് ആനന്ദിക്കാം. ഒരു വ്യക്തിയും നോക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം ധാരാളമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 61-ാം അധ്യായം 7-ാം വാക്യം. ബുക്ക് ഓഫ് ഐസയ chapter 61 verse 7. This is a prophetical message of New Year prophetical message. The same message I was preached yesterday night. Praise the Lord. The same message, that same message I'm preaching in English right now. Just I am sharing the Bible words. Book of Isaiah chapter 61 verse 7. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. 7-ാം വാക്യം. വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിത്വത്തെ കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളും അതേപോലെ തന്നെ എന്തെങ്കിലും അയക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പം
ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജിച്ച് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. നിങ്ങളുടെ പേര് പറഞ്ഞ് പറയണം, പ്രൈസ് ദി ലോർഡ്. നാണത്തിന് പകരം എനിക്ക്, ഈ ജോളിക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് 2026 നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലജ്ജയ്ക്ക് പകരം അവ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ലജ്ജയ്ക്ക് പകരം ഞാൻ എൻ്റെ ഓഹരിയിൽ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. വേറെ ഐ എം ലീവിങ്, എവിടെ ഞാൻ താമസിക്കുന്നുണ്ടോ നിത്യാനന്ദം എനിക്കുണ്ടാകും എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം 7 വാക്യം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പം പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ 2026 ദൂതഗണങ്ങൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന ഈ ബൈബിൾ വാക്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ ക്രിയ നടക്കുകയാണത്. പ്രൈസ് ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ബൈബിൾ വാക്യം ക്രിയ നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അത് പൈശാചിക മണ്ഡലത്തിലും അത് താർക്കാനായിട്ട് ക്രിയ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ഒരു ദൈവ പൈതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യുദ്ധത്തിലാണ് നിൽക്കുന്നത്. വലിയ യുദ്ധക്കളത്തിലാണ്, വലിയൊരു വാർഫെയറിൽ നമ്മൾ നിൽക്കുന്നത്. സ്പിരിച്വൽ വാർഫെയർ ആണ് നമുക്ക് ഏത് ദിവസവും ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അനേകം ആൾക്കാർ പിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് പേരുടെ നമുക്കറിയാം ഈ മൈൻഡ് പ്രൈസ് ദി ലോർഡ് തലവേദനയല്ല, തലവേദന പോലെ തല പൊട്ടിപ്പോകുന്ന രീതിയിൽ അന്ധകാര ശക്തികളുടെ ആക്രമം ആരിലേക്ക് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം തലവേദനയല്ല, തലവേദന പോലെ എനിക്ക് ആത്മമണ്ഡലത്തിൽ കാണാനായിട്ട് പറ്റുന്നു. തലവേദന പോലെ പ്രൈസ് ദി ലോർഡ് നമ്മളെ ഈ നെറ്റിയൊക്കെ പൊട്ടിപ്പോണുള്ള വേദന. പക്ഷേ അതിന് മരുന്നില്ല. തലവേദനയല്ല അത് ഒരു ഈവിൾ സ്പിരിറ്റിൻ്റെ അറ്റാക്ക്, അത് അന്ധകാര ശക്തിയുടെ അറ്റാക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കർത്താവിനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, കർത്താവിനെ ഉപയോഗിക്കാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അന്ധകാര ശക്തികൾ നിങ്ങളുടെ ഈ പ്രവർത്തനം 2026 തന്നെ തകർത്ത് കളയണം. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കാനാവുന്നു എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനത്തിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ. ഷംബന്ധ മലതി ഇതകന ഷംബ ലക ലതിനി രതി ഷംബന്ധ മലതി ഇതകന ലതി ഇതകനെ ഷംബന്ധ മലതി ഇതകനം. ആരെങ്കിലും കേൾക്കുന്ന ആരെങ്കിലും ഈ തലവേദന പോലെ തലയുടെ പൊട്ടിപ്പോകുന്നുള്ളൊരു വേദന ഈ സൈഡിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് അത് നിയോഗമുണ്ട്. ഷംബന്ധ മലതി ഇതകൻ. ഷംബം തലവേദനയല്ല, തല തൊട്ടിപ്പോകുന്ന പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷംബന്ധ മലതി ഇതകനി ഷംബന്ധ മലതി ഇതകനം ഈരമ്പല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യേശുപ്രവാചകൻ 61 വാക്യം പറയുന്നത് എന്നാണ്, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം നിങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നു. യേശുപ്രവാചകൻ 61 വാക്യവും പറയുന്നുണ്ട്, ജാതികളുടെ ഇടയിൽ അവരുടെ സന്ധിതയെയും പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ പേര് പറഞ്ഞോളം നിങ്ങളുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും യഹോവയെ അനുഗ്രഹിച്ച സന്തതി എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് 2026 നടക്കുന്നത്. നിങ്ങൾ ആർക്ക് കർത്താവിൻ്റെ വചനത്തെ പ്രതി ആർക്ക് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ആൾക്കാർ നിങ്ങളെ വിളിക്കുന്നില്ല, അതൊന്നും നോക്കാൻ പോകരുത്. ആൾക്കാർ നിങ്ങളെ വിളിക്കുന്നില്ലാത്ത നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാർ നിങ്ങളെ വിളിക്കാത്ത കാര്യം വെച്ചാൽ അവരെ പോലെ നോക്കിയിരിക്കും. അവരോ കർത്താവിനെ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അവർ പോകുന്ന നരകത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ പോകുന്നത്? അവരെ കോൺടാക്ട് ചെയ്യുന്നതിന് മരണം ഏരും കോൺടാക്ട് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്നതാണ് സത്യവചനം. ദൈവവചനം പ്രവേശിക്കുന്ന സത്യവചനം. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ആത്മാവിൻ്റെ സത്യത്തിനും കർത്താവിനെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതിനെ തടഞ്ഞു നിൽക്കുന്ന, അതിനെ പുച്ഛിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ആത്മാവിൻ സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തികളാണ് പ്രൈസ് ദി ലോർഡ് യേശുക്രിസ്തു പറഞ്ഞ രീതിയിലുള്ള യഥാർത്ഥ സത്യാരാധന ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ ബിംബത്തിന് മുമ്പിൽ പോയി മുട്ടുമുടക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാണ്ട് പോകരുത്. അവർ ഫോൺ വിളിച്ചില്ല അവരായിട്ട് ബന്ധപ്പെടാൻ പോകരുത്. അത് ഫാദർ ആയിക്കോട്ടെ, മദർ ആയിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, മാരണം മേരി അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് മുഴുവൻ ആത്മാവിൻ്റെ സത്യത്തിലും ആരാധിക്കുന്ന, സത്യദൈവത്തെ ആരാധിക്കുന്ന, ബിംബങ്ങൾ വെച്ച് ആരാധിക്കുന്ന നിങ്ങളാണ്. ആരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങളെ വഴിയാണ് കർത്താവ് നേരെയാക്കാൻ പോകുന്നത്. ഈ വാഗ്ദത്തവചനം നിങ്ങൾക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും, പ്രൈസ് ദി ലോർഡ്, വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും യഹോവയെ അനുഗ്രഹിച്ച സന്തതി എന്ന് പറയും. യഹോവയെ അനുഗ്രഹിച്ച സന്തതി, ഇത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്ന് പറയും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ശത്രുക്കൾ പറയത്തക്ക രീതിയിൽ പ്രൈസ് ദി ലോർഡ് 2026 ആൾക്കാർ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും. നിങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ അതിൻ്റെ അടുത്തായിട്ടും നിങ്ങളുടെ ശത്രുക്കൾ വാടകയ്ക്കെടുത്ത് താമസിച്ച് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ആവരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, ആവരി ലോകത്തിൽ ഇല്ലാതാക്കപ്പെടും. നിങ്ങളെ കർത്താവ് ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ മാനിക്കും, കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും, കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷകനായിരിക്കും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഷംബന്ത മലതി തപ്പന ലക്കനി ഷംബ ലക്ക ലതി, ഇതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയും നമ്മൾ പുറത്ത് പോകരുത്. നിത്യവും നമ്മൾ ദിവസവും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടണം. ഒറ്റേ കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ പറയും എനിക്കിന്ന് വരാൻ നിവൃത്തിയില്ല. ഞാനൊക്കെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനം ഞാൻ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പല സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയും വരുന്നില്ല. എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയും വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Sonja, God, Sonja, Heavenly Father, I pray and bless Sister Sonja right now. In the name of Jesus Christ, I pray. Praise the Lord, hallelujah. നിങ്ങളെ പ്രയർ റിക്വസ്റ്റ് കൊണ്ട് നിങ്ങളുടെ അയക്കുക. നിങ്ങൾക്കൊരു പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആർക്കെങ്കിലും പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ അയക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ കർത്താവിന് പറഞ്ഞ സ്ട്രീറ്റിൽ പ്രസംഗിക്കാൻ പോകുമ്പം പറഞ്ഞ ആൾക്കാർ ആ ദിവസം അവർ വരത്തില്ല എന്ന് വിചാരിച്ച് എനിക്ക് കർത്താവിന് വചനം പ്രസംഗിക്കാൻ പോയിരിക്കാൻ പറ്റുമോ? അടുത്ത സിറ്റിയിലും പ്രസംഗിച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. അടുത്ത സിറ്റിയിലും കർത്താവിന് വചനത്തിനോട് പ്രസംഗിക്കാനായിട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് പോയി പ്രസംഗിച്ചു. അവിടെയെല്ലാം ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോയി പ്രസംഗിച്ചു എങ്കിലും നമുക്കറിയാം പിന്നെ പ്രസംഗിക്കാൻ അവിടെ ചെല്ലുമ്പോൾ ആ സ്ട്രീറ്റുകളെല്ലാം നിറഞ്ഞ് കവിയുന്നു ദൈവവചനത്തെ കൊണ്ട്. ഒരേ ഒരു കാര്യം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് വചനം പ്രസംഗിക്കാൻ പോകുമ്പം ആ സിറ്റികളിൽ കർത്താവിൻ്റെ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ എന്ന് ഞാൻ പറഞ്ഞു. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനെ കർത്താവ് നിറയ്ക്കാനിടവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഒറ്റയെ കാണത്തുള്ളൂ. ഒരു വ്യക്തിയും കാണത്തില്ല, ഒരു സ്വന്തക്കാരും കാണത്തില്ല, ഒരു സഹോദരങ്ങളും കാണത്തില്ല. ഒറ്റയാണത്തിനെ നോക്കാൻ പോകരുത്. കർത്താവ് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഉയർത്താൻ പോകുന്നത്. നിങ്ങൾ വീട്ടുകാരോട് ചോദിച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻ ചോദിച്ചല്ല ഉയർത്താൻ പോകുന്നു. കർത്താവ് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഉയർത്താൻ പോകുന്നത്. ഒറ്റയ്ക്ക് നിങ്ങൾ പേഴ്സണലായിട്ട് കർത്താവ് നിത്യവും തരാനായിട്ട് പോകുന്നു. പേഴ്സണലായിട്ട് കർത്താവ് ഇരട്ടി ബ്ലെസ്സിങ് തരാനായിട്ട് പോകുന്നത്. പേഴ്സണലായിട്ട് കർത്താവ് നിങ്ങൾക്ക് ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ റെസ്പോണ്ട് ചെയ്യണം. ഈ 2026 നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇന്നോട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ ക്ഷീണങ്ങൾ വരും, അസുഖങ്ങൾ വരും, പ്രൈസ് ദി ലോർഡ് എന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ഉറങ്ങരുത്. We have to wake up right now. Praise the Lord. We have to preach the gospel in other cities. അതാണ് അപ്പോസ്തലനായ പൗലോസും നമുക്കറിയാം സ്തെഫാനസ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് യേശുക്രിസ്തു പറഞ്ഞു, സമരിയ നിങ്ങൾ ജെറുസലേമിലും സമരിയയിലും യൂദയയിലും മൊത്തം എനിക്ക് സാക്ഷികളാണെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഫിലിപ്പ് സമരിയ പട്ടണത്തിന് കർത്താവിന് പ്രസംഗിക്കാനായിട്ട് ചെന്നു. സമരിയ പട്ടണം ഇളകി മറിഞ്ഞു എന്ന് ദൈവത്തിന് വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ 2026 നമ്മൾ വീട്ടിൽ കുത്തി ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണം. ഒരായുസ് കർത്താവ് നമുക്ക് നീട്ടിത്തരുന്നത്, ഒരു ദിവസം കർത്താവ് ഒരു ആയുസാണ് കർത്താവ് നമുക്ക് നീട്ടിത്തരുന്നത്. അത് നമ്മുടെ ഫാദറോ മദറോ ഹസ്ബൻഡോ വൈഫോ ചിൽഡ്രനോ ഒന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. അത് യേശുക്രിസ്തുവിൻ്റെ കൃപയാലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ കർത്താവ് നമുക്ക് നീട്ടിത്തരുന്നത്, ഒരു വർഷം കൂടെ നീട്ടി തന്നത് ഈ ദൈവത്തെ നമ്മൾ വിറ്റ്നസ് ചെയ്യാനായിട്ട്, ഈ ദൈവത്തെ പ്രഘോഷിക്കാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫാമിലിയുള്ള ആൾക്കാർ നമുക്കറിയാം നമ്മൾ വീട്ടിൽ 7 ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ നിങ്ങൾ ഒരുമിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാക്കി ദിവസങ്ങൾ എങ്ങനെയൊക്കെ ജോലി ചെയ്യുവാൻ കഴിഞ്ഞ് ബാക്കി ദിവസങ്ങൾ കർത്താവിൻ്റെ മിനിമം ആഴ്ച 1 അല്ലെങ്കിൽ 2 ദിവസം കർത്താവിന് വേണ്ടി ഇറങ്ങാൻ പറ്റും. 7 ദിവസം ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം കർത്താവിന് വേണ്ടി ഇറങ്ങാൻ പറ്റും. അത് ചെയ്തില്ലെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കും. ദെയർ വിൽ ബി എ കണ്ടംനേഷൻ ഫോർ യു. കാരണം കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ കർത്താവ് അവസരം തന്നിട്ട് അത് ഡിനേ ചെയ്യുന്ന, അത് നിരസിക്കുന്ന വ്യക്തികളെ കർത്താവ് ദെയർ വിൽ ബി എ കണ്ടംനേഷൻ ഫോർ യു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണം. കർത്താവിൻ്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോഴാണ് മറ്റുള്ളവർ കർത്താവിനെ അറിയുന്നത്. അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കിട്ടുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണം. കിട്ടുന്ന അവസരങ്ങൾ ഹോസ്പിറ്റൽ ട്രാക്റ്റുകൾ കൊടുക്കണം. പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, അതൊന്നും നോക്കരുത്. കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് മുമ്പേ എൻ്റെ ദൂതന്മാരെ അയക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു. 2026 നിങ്ങൾക്ക് മുമ്പേ കർത്താവിൻ്റെ ദൂതന്മാരെ അയക്കും. പ്രോസിക്യൂഷൻസ് ഉണ്ട്. നിങ്ങളുടെ വശത്ത് 1000 പേരും നിങ്ങളുടെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും നിന്നോട് അടുത്ത് വരത്തില്ലെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം 2026 എങ്ങനെയൊക്കെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പറ്റുമോ അത് ഇന്ന് തന്നെ തുടങ്ങട്ടെ.
സോഷ്യൽ മീഡിയകൾ തുടങ്ങട്ടെ നിങ്ങൾ. സോഷ്യൽ മീഡിയ ദിവസം ഒരു ബൈബിൾ മെസ്സേജ് അയച്ച് രക്ഷയോട് സ്ഥാനപ്പെട്ട ആൾക്കാർ വരും. നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. അവർ കിച്ചണിൽ ഉണ്ടാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, വീഡിയോ ഇട്ടിട്ട് അവരുടെ ജീവിതം കളയുവാണ്. ഒരു ബൈബിൾ മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ ഒരു വചനം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലേ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാലയിടാതെയും കമലിടാതെ നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഭക്ഷണം ഷെയർ ചെയ്തല്ലേ? നിത്യത്തിന് വേണ്ടി ഒരു വചനം നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതാണല്ലേ അല്ലേ? നിങ്ങൾ ഒരു കർത്താവിന് വേണ്ടി ഒരു വചനം നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? ദൈവനാമത്തെ പ്രതി ഒരു വചനം നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? കർത്താവ് നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ടെസ്റ്റിമണി പറയുന്നുണ്ടോ? ആൾക്കാർക്ക് വേണ്ടി കർത്താവിനെ അറിയത്താത്ത ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നോട്ട് നിങ്ങൾ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും യേശുക്രിസ്തു രക്ഷകനാണെന്ന് വിളിച്ച് പറയുന്ന എല്ലാവരെയും, രക്ഷയോട് സ്ഥാനപ്പെട്ട എല്ലാവരെയും, ആത്മാവിനും സത്യത്തിനും കർത്താവിനെ ആരാധിക്കുന്ന എല്ലാവരെയും, കർത്താവിൻ്റെ നാമത്തിന് മുന്നോട്ട് നീങ്ങുന്ന എല്ലാവരെയും, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ സത്യവചനം പ്രവേശിക്കുന്ന എല്ലാവരും, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ കാണുന്നവർക്കെയും യഹോവയെ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതുകൊണ്ട് തന്നെ ഈ 2026 നമുക്ക് കർത്താവിന് വചനം പ്രസംഗിക്കാം. റോമക്കാരുടെ ലേഖനം 10:15 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്ന കാൽ എത്ര മനോഹരം എന്ന് എഴുതിക്കുന്നില്ല. ബുക്ക് റോമൻ ചാപ്റ്റർ 10:15. പ്രൈസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ദേശത്ത് ഒരാൾ കർത്താവിനെ അറിയാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളാണ്. നിങ്ങളുടെ അടുത്ത് ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടിട്ട്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടിട്ട് നിങ്ങളുടെ ദേശത്ത് ഒരാൾ കർത്താവിനെ അറിയാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അയലോക്കാരെ മരിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണ്. കർത്താവ് നിങ്ങളോട് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവരോട് യേശുക്രിസ്തു കൊണ്ട് പറഞ്ഞോ? ഞാൻ എൻ്റെ വീട്ടിൽ അവരെപ്പം വിളിച്ചു കഴിഞ്ഞാൽ 2-3 വർഷമായിട്ട് നിങ്ങൾ യേശുക്രിസ്തു വേണ്ടി പ്രഘോഷിച്ചെന്ന് ചോദിക്കും. യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചോ? എൻ്റെ വീട്ടിലെ ജ്യേഷ്ഠന്മാരോടും അനീതി സഹോദരങ്ങളോടും എല്ലാവരും ഞാൻ ചോദിക്കും. യേശുക്രിസ്തുവിൻ്റെ സത്യവചനങ്ങൾ വായിക്കാൻ തുടങ്ങിയോ? യേശുക്രിസ്തു നിങ്ങൾ പ്രഘോഷിക്കാൻ തുടങ്ങിയോ? യേശുക്രിസ്തു ലോകരക്ഷിതായ നിങ്ങൾ അംഗീകരിച്ചു? രക്ഷിക്കപ്പെട്ട് മുടി സ്ഥാനപ്പെട്ടു? ബിംബാരാധന എന്ന് നിങ്ങൾ വിട്ടുമാറും. ഇതെല്ലാം വിട്ടുമാറണമെന്ന് അവരോട് പറഞ്ഞു. അവരിപ്പോൾ എന്നെ വിളിക്കാറില്ല, ഞാനും വിളിക്കാറില്ല. എന്തിനു വിളിക്കാൻ പോകുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പുച്ഛിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തിനു വിളിക്കാൻ പോകുന്നു? അവരവരെ വഴിക്ക് പോട്ടെ. സത്യവചനം അവരോട് പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ട് മുഴുവൻ സ്ഥാനം എടുക്കണം എന്നാണ് കർത്താവിൻ്റെ തിരുഗതം. അങ്ങനെ നമ്മൾ തന്നെ ചെയ്യണം. എൻ്റെ ഭാഗത്തിൻ്റെ വീട്ടിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു. അവർ കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടല്ലേ, കേൾക്കേണ്ട അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജാതികളുടെ ഇടയ്ക്കത് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അനേകം ജാതികൾ കർത്താവിനെ അറിയുന്നു. അനേകം ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു. അനേകം ആൾക്കാർ സ്നാനപ്പെടുന്നു. അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അത് റോമൻസ് 10:15 പറയുന്നു. ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 10:15. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂസൻ മാത്യു, ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ഓൺലൈൻ വായിച്ചൊന്നും എല്ലാവരും സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. 20 അഗസ്റ്റിൻ, ഗോഡ് ബ്ലസ് യു. Claremma, Matthew, God bless you, everybody. Please share this gospel message, okay? You can type and send your prayer request, okay? We'll pray for you. Praise the Lord. ഇതിൽ പറയുന്നത് കഴിഞ്ഞാൽ, അപ്പം ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയത് 2016 ഡിസംബറിലാണ്. എല്ലാം തകർന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. എത്ര പേര് എന്നെ അവഹേളിച്ചു കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ട്. എത്ര പേര് എന്നെ അവഹേളിക്കാണ്ട് ശ്രമിച്ചു. അവഹേളിച്ച് കുറേ പേര് മാറ്റപ്പെട്ട് ലോകത്തിൽ നിന്ന്. അവർ ലോകത്തിലില്ല, ഞാനിവിടെയുണ്ട്. കോവിഡ് സമയത്തല്ല അവർ ലോകത്തിൽ നിന്ന് മരിച്ച് മാറ്റപ്പെട്ടു. കുറച്ച് പേരുണ്ട്, അവരിപ്പോൾ അവഹേളനം നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്ദിക്കുന്നവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചിട്ട് നിർത്താത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സത്യവചനമാണ്, സത്യസുവിശേഷമാണ്. ഇന്ന് രാവിലെ ഒരാൾക്ക് മെസ്സേജ് അയച്ചു, ഇന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോവുക, നിങ്ങൾ വരുന്നുണ്ടെന്ന് ചോദിച്ചു. ഇല്ല, അവർ പറഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞു. അവർക്കിന്ന് ഫാമിലിയോടത്ത് ഇരിക്കണമെന്ന് പറഞ്ഞു. ഈ ഫാമിലി ആരാ തന്നത്? കർത്താവില്ല തന്നത്. കർത്താവിന് വചനം 2 മണിക്കൂറിന് പ്രസംഗിക്കാൻ വന്നുകൂടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഫാമിലിയെല്ലാം നിങ്ങളുടെ ഒപ്പം തരുന്നതും ഇല്ലാത്തതെല്ലാം കർത്താവല്ലേ? മാറ്റപ്പെടുന്നതെല്ലാം കർത്താവല്ലേ തരുന്നത്? എന്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിക്കൂടാ നിങ്ങൾക്ക്? എന്തുകൊണ്ട് കർത്താവിൻ്റെ നിന്നുകൂടാ? ഫാമിലി ആണെങ്കിൽ ആഴ്ചയിലാണെങ്കിൽ 1-2 ദിവസം നിങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്നുണ്ടല്ലോ. ബാക്കി ദിവസം ഒരു ദിവസം 2 മണിക്കൂർ സാധിക്കും സമയം കിട്ടുമ്പോൾ എല്ലാം കർത്താവിന് വചനം പ്രസംഗിക്കാൻ എന്തുകൊണ്ട് ഇറങ്ങിക്കൂടാ? ട്രാക്ട് കൊടുത്ത് എങ്ങനെയുണ്ട് ഇറങ്ങിക്കൂടാ? യേശു ജീവിക്കുന്ന ദൈവമാണ് നിന്നുകൊണ്ടെന്ന് പറഞ്ഞുകൂടാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഫാമിലി തരുന്നതോ മറ്റുന്നെല്ലാം കർത്താവല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് കർത്താവിൻ്റെ എൻ്റർടൈൻ റേബിയയിൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
അല്ലേ? കർത്താവിൻ്റെ 2ാം വരെ എടുത്തു കഴിഞ്ഞു. വലിയ പാൻഡമിക്കും സമയം അതിന് വരാനായിട്ട് പോകുന്നത്. ഐസൊലേഷനൊക്കെ വരും, വലിയ യുദ്ധങ്ങൾ വരാനായിട്ട് പോവുകയാണ്. പ്രൈസ് ലോർഡ്. യുദ്ധങ്ങൾ കണ്ടൊന്നൊന്നുമല്ല. പ്രൈസ് ലോർഡ്. അതേപോലെ പീഡനങ്ങൾ വരാനായിട്ട് പോവുകയാണ്. അതേപോലെ പ്രോസിക്യൂഷൻ വരാനായിട്ട് പോവുകയാണ്. അത് 2026 സ്റ്റാർട്ട് ചെയ്യും. ഇന്നും കാണാനായിട്ട് പറ്റും. പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവർ മാത്രം, തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം അഭിഷേഷിക്കും. പ്രൈസ് ലോർഡ്. അല്ലാത്തവരെല്ലാവരും കൊടിയ ദാരിദ്ര്യത്തിൽ കടന്നു പോകും. കൊടിയ ബുദ്ധിമുട്ടിൽ കടന്നു പോയി കഴിഞ്ഞാലും യേശുക്രിസ്തുവിൽ നിൽക്കുന്ന ആൾക്കാർ, വേരൂന്നിയ ആൾക്കാർ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അവർ തകരാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അന്ന് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുള്ള യുദ്ധം വരുമ്പോൾ ഫാമിലിയോട് തിരിക്കണമെന്ന് പറഞ്ഞാൽ എവിടെ നടക്കും? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവർ ജീവിച്ചിട്ട് വേണ്ടേ നമുക്ക് കർത്താവ് നിങ്ങൾക്ക് കയറ്റി നിൽക്കാനായിട്ട്? ദയവ് ചെയ്ത് പ്രൈസ് ലോർഡ്, കിട്ടുന്ന അവസരം കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രഘോഷിക്കണം. കിട്ടുന്ന അവസരം ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങണം. പ്രൈസ് ലോർഡ്. 2 മണിക്കൂറാണെങ്കിൽ ഒരു ദിവസത്തിൽ 6 മണിക്കൂർ നിങ്ങൾ പ്രസംഗിക്കാൻ പോകേണ്ട ആവശ്യമില്ല. 2-3 മണിക്കൂർ ദിവസം പറ്റുന്ന പോലെ ആഴ്ചയിൽ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും 2 മണിക്കൂറല്ലെങ്കിൽ 4 മണിക്കൂറേയും കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് ബാക്കി ഫാമിലിയോട് സ്പെൻഡ് ചെയ്യും. ബാക്കി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് സ്പെൻഡ് ചെയ്യും. ഈ പബ്ലിക്ക് കർത്താവിനൊന്ന് അറിയട്ടെ. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് മറ്റുള്ളവരെ അറിയട്ടെ. ഈ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് മറ്റുള്ളവരെ അറിയട്ടെ. ഈ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമുക്ക് നിത്യജീവൻ തരുന്ന ദൈവമാണ് എല്ലാവരും ഒന്ന് അറിയട്ടെ. പ്രൈസ് ലോർഡ്. ഈ 2026 എന്തുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് വെച്ചുകൂടാ? ഇതുകൊണ്ട് ഇങ്ങനെ പ്രൈസ് ലോർഡ്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പോരുതും. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ലോർഡ്. അല്ലേ? കർത്താവ് നമ്മൾ വിളിക്കും. കർത്താവ് ഇതാ എന്ന് കർത്താവ് ഉത്തരവ് വരും. എന്നെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം പൈസ ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന അവസരത്തിൽ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ശത്രുക്കൾ തകർത്തതാണ്. ഒന്നുമില്ലാത്ത അവസരം. പക്ഷേ ആ കറക്റ്റ് മാസം എൻ്റെ ആകുമ്പോഴത്തേക്കും സഹായിക്കാനായിട്ട് പല കൈകൾ വരും. എന്നെ സഹായിക്കാനായിട്ട് പല കൈകൾ കർത്താവ് കൊണ്ടുവരും. ഒന്നിനൊരു കുറവ് വന്നിട്ടില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനൊരു കുറവ് വന്നു ഇന്നേ വരെ ലജ്ജിക്കാൻ കർത്താവ് ഓർത്തിട്ടില്ല. അവിടെ തന്നെ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ തകർക്കത്തില്ല. എന്തെങ്കിലും ഒരു വഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു വരും. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ലോർഡ്. അത് മത്തായി സുവിശേഷം 6:33 വാക്യം, മുമ്പേ അവൻ്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലവും കിട്ടും. ഞാൻ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുമ്പോൾ എന്നെ കാണിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണങ്ങി വരണ്ട ഒരു നിലത്ത്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഉണങ്ങി വരണ്ട ഒരു നിലത്ത് നമുക്കറിയാം, ഉണങ്ങി വരണ്ട നിലത്ത് അവിടെ വെള്ളം വരുവാണ്. ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്ന വിഷയമാണ്. ഉണങ്ങി വരേണ്ട വരത്തിൽ വെള്ളം വരുവാണ്. വെള്ളം കൊണ്ട് നിറയുവാണ്. പക്ഷേ ഞാൻ പിന്നീട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വലിയ മീനുകൾ കിടന്ന് പിടയ്ക്കുകയാണ്. ഉണങ്ങി വരേണ്ട നിലവാന്ന് നോക്കണം. ഭയങ്കര ഫാമിലിയായിട്ട് നമുക്കറിയാം വരൾച്ച ഉള്ളൊരു സ്ഥലത്താണ്. അവിടെ വെള്ളം നിറയുവാണ്. അവിടെ വെള്ളം വന്ന് നിറയുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ വെള്ളത്തിനകത്തെ മീനുകൾ, അത് വലിയ മീൻ കിടന്ന് പിടയ്ക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. പ്രൈസ് ലോർഡ്. വേറെ വിഷയം ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷനെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മലയുടെ താഴ്വാരം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ നമുക്കറിയാം താഴ്വാരം, നമുക്കറിയാമല്ലോ, വാലി ഓഫ് ദ പ്ലേസ് എന്ന് പറയല്ലേ, താഴ്വാരം. ഇവിടെ ഒരു നല്ല പുല്ലുള്ള ഒരു കുന്നും പ്രദേശം, സൈഡിലും കുന്നും പ്രദേശം, 2 സൈഡിലും ഇങ്ങനെ കുന്നും പ്രദേശം പോലെ, ഇവിടെ നിരപ്പായൊരു സ്ഥലം, നടുക്ക് നിരപ്പായൊരു സ്ഥലം. പിന്നീട് ഞാൻ വിഷം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന് വിഷം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കുന്നും മോളിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് താഴോട്ട് ഒഴുകി വരിക. ഈ 2 കുന്നും മോളിയും വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരിക. ആ വെള്ളം നിൽക്കാത്ത ഉറവിയായി വരുന്നത്. അപ്പോൾ 2 ഒരാടും ആട്ടും കുഞ്ഞിനെയും ഞാൻ കാണുന്നു. അത് എൻ്റെ അടുത്തോട്ട് ഓടി വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ, ആട്ടുംകുഞ്ഞ് എൻ്റെ അടുത്തോട്ട് തള്ളയാട് അവിടെ നിൽക്കുക, ആട്ടും കുഞ്ഞ് എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓടി വന്നു കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നു. ആ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഈ ആട്ടുകുഞ്ഞ് വെള്ളത്തെ എൻ്റെ അടുത്ത് ഓടി, ഞാൻ തള്ളയാടിൻ്റെ അടുത്ത് മാറിപ്പോലും വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പിടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കുറോട്ടങ്ങ് മാറുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് നീ കഴിഞ്ഞു ആ വെള്ളം പിന്നെയും നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെയും വെള്ളം അതേപോലെ തന്നെ ആ വാരി ഇങ്ങനെ കുറേ ഇങ്ങനെ നീണ്ടു പോവാണ്. പ്രൈസ് ലോർഡ്. ഇങ്ങനെ വെള്ളം മറിഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് വരുന്നത് കുറേ ഇങ്ങനെ നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട് ഞാൻ കാണും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ താഴ്വാരത്തിൻ്റെ അവിടെ ഒരു സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഒരു വീട് കാണും. പ്രൈസ് ലോർഡ്. ആ വീടിൻ്റെ നമുക്കറിയാം ആ മേൽക്കൂരയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താട്ടി ചാടും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ താട്ടി ചാടും. അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. വീടിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ആ വീടിൻ്റെ അവിടെ മേരിയ വെള്ളം വരുന്നത്. അത് കഴിഞ്ഞ് പുറത്തോട്ട് കിടക്കാൻ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കിടന്ന് പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ വെള്ളമില്ല. അവിടെ വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലം. പ്രൈസ് ലോർഡ്. ദൈവാത്മാവ് നിൽക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹവും അഭിഷേകവും വരുന്നു.
കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പ്രൈസ് ലോഡ് നിങ്ങളുടെ സ്ഥലത്ത് കർത്താവ് ഒരു ആത്മനദി ഒഴുക്കും. പ്രൈസ് ലോഡ് ഹല്ലേലൂയ. അത് നമുക്കറിയാം അത് ഫാമിലി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരും. പ്രൈസ് ലോഡ് കർത്താവിൻ്റെ വചനത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഫാമിലി ആയിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആൾക്കാരെ കൊണ്ടുവരും. പ്രൈസ് ലോഡ് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന എത്ര ഉണങ്ങി വരേണ്ട എത്ര സാധ്യതകളുടെ മേലെ പ്രശ്നമാണെങ്കിലും എത്ര സാധ്യങ്ങളുടെ സ്ഥലമാണെങ്കിലും അവിടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയും. കർത്താവിൻ്റെ ശക്തി വരും, കർത്താവിൻ്റെ സാന്നിധ്യം വരും. പ്രൈസ് ലോഡ് ഹല്ലേലൂയ. നിങ്ങൾ ചില ചർച്ചകളൊക്കെ പ്രാർത്ഥിക്കുമായിരിക്കും, ചിലപ്പം വർഷങ്ങളായിട്ടൊരു ആത്മാക്കളും കിട്ടുന്നില്ല. ചിലർ പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായിട്ടും ഒരാൾ മാനസാന്തരപ്പെടുന്നില്ല. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കർത്താവ് അഭിഷേകം ചെയ്യുവാണ്. ജീവജലത്തിൻ്റെ അരുവികൾ അവിടെ വരുന്നതായിട്ട് ഞാൻ കാണുന്നു. പ്രൈസ് ലോഡ് ഹല്ലേലൂയ. ജീവജലത്തിൻ്റെ അരുവികൾ അങ്ങോട്ട് വരുന്നു. പ്രൈസ് ലോഡ് നിങ്ങൾ നിൽക്കുന്ന സർട്ടൻ പ്ലേസിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്നു. ആത്മാക്കൾ വരുന്നു. പ്രൈസ് ലോഡ് ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ നിറയുന്നു. പ്രൈസ് ലോഡ്. അതാണ് ഞാൻ കാണുന്നത്. Shambanta Maradi Dapana, Shamba Takaladi Dakana, somebody want to receive that one. The people, those who are doing the gospel message, gospel work. Shambanda, you can type yes and amen, you can receive it if you are doing gospel work. Shambanda, Gathana was in Matthew chapter 6, verse 33, Bible saying, Mumbai haven't a Raji Nidi and Nishipin, other would Sagalo, Ningle, praise the Lord. Al Kartavinde, Raji Nidi and Nishikan had David and Vishatma, Adium, Kartana Korcharino, Adium, in the youth of Progoshikam. ആദ്യം യേശുക്കുറിച്ച് രക്ഷകനായിട്ട് പ്രഘോഷിക്കണം. തുടർമാനമായിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം ദൈവത്തിന് വിശുദ്ധാത്മ നമുക്ക് ചെയ്തു തരുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അനേകം ആൾക്കാർ എനിക്കത് വേണം, ഇത് വേണം, എനിക്ക് പൈസ വേണം, അതാണ് പ്രൈസ് ലോർഡ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ വചനം എത്ര പേര് പ്രസംഗിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് വിശുദ്ധാത്മാ പറയുന്നു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് തരുവാനായിട്ട് ശക്തനാണെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നു. പ്രൈസ് ലോർഡ്. 2026 അതിന് മുടക്കം വരത്തില്ല. എത്ര ഫാമിൻ ടൈം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കർത്താവ് സംരക്ഷിക്കും, നിങ്ങളെ കർത്താവ് ഉയർത്തും. നിങ്ങളുടെ കൈ തളരാൻ കർത്താവ് അനുവദിക്കത്തില്ല, നിങ്ങളുടെ അസ്ഥി ഒടിയാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ മനസ്സ് തളരാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ കർത്താവ് നിങ്ങളെ പരിപാലിക്കും, കർത്താവ് നിങ്ങളെ ഉയർത്തും, കർത്താവ് നിങ്ങളെ മാനിക്കും. പ്രൈസ് ലോർഡ്. അതാണ് 2026 സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്ക് നിങ്ങളെ ചുറ്റും ഫാമിലി ടൈം ആയിരിക്കും, പക്ഷേ ഒരു ആത്മനദിയാൽ നിങ്ങളെ ചുറ്റി വളയും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൽ നിങ്ങൾ വേരൊന്നും. പ്രൈസ് ലോർഡ്. കർത്താവിൽ നിന്ന് നിങ്ങൾ ആ വെള്ളം വന്നിട്ട് നിങ്ങൾക്ക് ഫലപുഷ്ടമായ സമൃദ്ധമായ ഒരു പ്രദേശം ദൈവത്തിന് വിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തരും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഞാൻ പ്രൊഫസിങ് ദാറ്റ് വൺ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് പറയുന്നത് കഴിഞ്ഞാൽ യഹൂദ ബൈബിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 1:22 ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു നിങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രൈസ് ലോർഡ്. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ 2026 നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. പ്രൈസ് ലോർഡ്. യേശു രക്ഷകനാണ്. പ്രൈസ് ലോർഡ്. കുഞ്ഞാടിൻ്റെ രക്തം, അതാണ് ഒരുപാട് ദിവസം 14 ഞാൻ പറഞ്ഞത്, കുഞ്ഞാടിൻ്റെ രക്തം വഴിയായിട്ട് നമുക്ക് വിജയം കിട്ടി. കർത്താവിൻ്റെ സാക്ഷ്യവചനം വഴിയായിട്ടും കുഞ്ഞാടിൻ്റെ രക്തം വഴിയായിട്ടും വിജയം വരിച്ചും ദൈവത്തിന് വിശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങൾ എവിടെയൊക്കെ 2026 എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ അവിടെ അത്ഭുതങ്ങളും നടക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അടയാളങ്ങൾ നടക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിക്കുമ്പോൾ മരണം മാറിപ്പോകും. യേശുക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിക്കുമ്പോൾ മരണബോധം മാറിപ്പോകും. യേശുക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിക്കുമ്പോൾ കടഭാരങ്ങളെല്ലാം മാറി കർത്താവ് നിങ്ങളെ സ്വസ്ഥത വരുത്തും. യേശുക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിക്കുമ്പോൾ ഈ വേണ്ടാത്ത തലവേദനയും അസുഖങ്ങളെല്ലാം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ മാറിപ്പോകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എവരി നീ ഷാൽ ബൗ, നമുക്ക് സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലുള്ള എല്ലാവരുടെയും മുഴങ്കാല് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മുമ്പിൽ അത് മടങ്ങുമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. ആരൊക്കെ ദൈവത്തിൻ്റെ നാമത്തിന് ഉയർത്തി ഉപയോഗിക്കുന്നുണ്ടോ ഈ 2026 ആരൊക്കെ യേശു ക്രിസ്തുവിൻ്റെ രക്തം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ പ്രൈസ് ലോർഡ് നിങ്ങൾക്ക് നിത്യ വിജയം കർത്താവ് തരും, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കർത്താവ് തരും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ട് നിങ്ങളുടെ ശത്രുക്കളെ കണ്ടും നിങ്ങളുടെ ചെവി നിങ്ങളെ എതിർക്കുന്നവരെ കെട്ടും രസിക്കുമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഷംബന്ത മലത്തി ദഗന somebody want to receive it in the name of Jesus Christ. അതാണ് പറയുന്നത്. കർത്താവിന് വചനം പറഞ്ഞു എന്താണ് സുവിശേഷം. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 1:24 കൊരിന്ത്യർ ലേഖനം 1:24 പറഞ്ഞത് ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ക്രിസ്തുവിനെ തന്നെ പ്രസംഗിക്കണമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാ പറയുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ക്രിസ്തുവിനെ തന്നെ പ്രസംഗിക്കണം. നമ്മുടെ സുവിശേഷം എന്നാണ് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവാണ്. നമ്മുടെ സുവിശേഷം യേശു
മാതാവില്ലാത്തൊരു സുവിശേഷമില്ല, മാതാവില്ല. പ്രൈസ് ലോർഡ്. മാതാവിനെ റെസ്പെക്റ്റ് ചെയ്യണം. പ്രൈസ് ലോർഡ്. പിന്നെ ഞാൻ കത്തോലിക്ക സഭയിലായിരുന്നു. എവിടെ പോയിക്കുന്ന നിറഞ്ഞ് പ്രൈസ് ലോർഡ് ഈ ബിംബങ്ങളുടെ അതേപോലെ ബിംബങ്ങൾ. ആരോട് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, ഇതേപോലെ നിരത്തി വെച്ചിരിക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് ഈ ബിംബങ്ങളെല്ലാം നമുക്കറിയാം, അത് നമുക്ക് അതെങ്ങനെയെങ്കിലും നശിച്ചു പോണ ബിംബങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ 2013 ഇതിൽ നിന്ന് എനിക്ക് രക്ഷ കർത്താവ് തന്നു. 2013 രക്ഷിക്കപ്പെട്ട് മുഴുവനായി സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ ചേരുവാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് വരുത്തി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2013 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 2013 I born again and baptized. Praise the Lord. I myself gave my life to Jesus Christ forever and ever. Praise the Lord. Hallelujah. അതാണ് പറഞ്ഞത്. 2013 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഇന്നും കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കാനുള്ള കൃപ എനിക്ക് തരുന്നതിനെ ഓർത്ത് നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാട്ടെ യവനന്മാരാട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത്. ആ സുവിശേഷം 2024 ശേഷം നമ്മൾ പ്രസംഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെന്നാ പറഞ്ഞാലും ബൈബിളാണ് സത്യം. ഈ ബൈബിളാണ് പ്രസംഗിക്കുന്നത്. ബൈബിളാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ഈ ബൈബിൾ ആർക്ക് കയ്യിലെടുത്തിട്ടുണ്ട്? 2026 കയ്യിലെടുക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്ഥിതിഗതികൾ കർത്താവ് മാറ്റും. എത്ര വരൾച്ചയാണെങ്കിലും കർത്താവ് നമുക്കറിയാം ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് കർത്താവ് തരും. ആത്മനദി കർത്താവ് ഒരുക്കി നിങ്ങളെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യും. വരൾച്ചയുള്ള സ്ഥലത്ത് കർത്താവ് നമുക്കറിയാം ഈ തണുത്ത വെള്ളം ഫ്രീസറിൽ എങ്ങനെ ഈ AC എങ്ങനെ വർക്കാകും, ഫ്രീസറിൽ എങ്ങനെ വെള്ളം നമുക്കറിയാം. നമ്മൾ കടത്തീരത്തൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ വെള്ളം മഴയൊക്കെ വരുമ്പോൾ വെള്ളം നമ്മുടെ ദേഹത്തിൽ നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു ആത്മനദി ഇങ്ങനെ വന്ന് തടുത്തോണ്ടിരിക്കും. നമുക്ക് എത്ര ഹോട്ടൽ അവസ്ഥയാണെങ്കിലും, എത്ര ആത്മഹത്യ നമുക്കറിയാം ആ മേഖലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും ദൈവത്തിൻ്റെ നദിയാൽ കർത്താവിൻ്റെ ശക്തിയാൽ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. 2026 കർത്താവിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-7 ജെറമ്യാ ചാപ്റ്റർ 1:7 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയാണ്, അതിന് യഹോവ എന്നോട് അരുൾ ചെയ്തു, ഞാൻ ബാലനെന്നോ നീ പറയരുത്. നിങ്ങൾക്ക് സംസാരിക്കാൻ ശേഷിയില്ല നിങ്ങൾ പറയരുത്. എനിക്ക് ലാംഗ്വേജ് ഇല്ല നിങ്ങൾ പറയരുത്. എനിക്ക് ഫാമിലി പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ പറയരുത്. പ്രൈസ് ലോർഡ്. ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് കർത്താവിനെ പ്രഘോഷിക്കാമെന്ന് പറയരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ തിരമാലകളെല്ലാം മാറ്റിയിട്ട് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് പറ്റത്തില്ല. തിരമാലകൾ ഏത് സമയത്തും വന്നുകൊണ്ടിരിക്കും. ആ തിരമാലയുടെ മുകളിൽ കൂടെ തോണിയിടണം. നമ്മൾ തിരമാലയുടെ മുകളിൽ കൂടെ കപ്പലിടണം. തിരമാലയുടെ മുകളിൽ കൂടെ ബോട്ടിടണം. ആ തിരമാലയുടെ മുകളിൽ കൂടെ പോയി കർത്താവിനെ പ്രഘോഷിക്കണം. അങ്ങനെ പോകുമ്പോൾ ആ തിരമാലയുടെ മുകളിൽ കൂടെ പോകാൻ കർത്താവ് നമുക്ക് കൃപ തരും. കർത്താവിൻ്റെ വചനം പറയുന്നത് കഴിഞ്ഞാൽ ജെറമ്യയോട് പറയുവാണ്. ജെറമ്യാ ചാപ്റ്റർ 1:7 ജെറമ്യയുടെ പുസ്തകം 1:7 പറയുന്നത്, അതിന് യഹോവ എന്നോട് അരുൾ ചെയ്തത്, ഞാൻ ബാൽ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. പ്രൈസ് കർത്താവ് എത്ര ശക്തിയോടെ പറയുന്നതെന്ന് നോക്കി. പ്രൈസ് ലോർഡ്. ഹെൽത്ത് തോമസ്, ഗോഡ് ബ്ലസ് യു. ജെസി ചാക്ക, ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലസ് യു. ഓക്കെ, ഓളെ വാച്ച് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ കൊണ്ട് അയക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. തോമസ് ക്ലെയർ, ഗോഡ് ബ്ലസ് യു. ഓക്കെ, ഈ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യഹോവ എന്നോട് അരുളിച്ച്, ഞാൻ ബാലനെന്ന് പറയരുത്, നീ പറയരുത്. എല്ലാം കൂടെ പറ്റിയാലെന്ന് നിങ്ങൾ പറയരുത്. കർത്താവിനാൽ പറ്റുമത്. ദൈവത്താലെ സാധ്യമാകും. ഇത് യഹോവയാൽ സാധ്യമാകും. കർത്താവ് നിങ്ങൾക്ക് ശക്തി തരും. അത് ക്ഷീണിച്ചിരിക്കുന്ന കർത്താവ് ശക്തി തരുമെന്ന് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 40:29 പറയുന്നു. അവൻ ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നു, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി തരുമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് നമുക്ക് ശക്തി തരുന്നത് 2026 കർത്താവ് നമുക്ക് ബലം തരുന്നത്, ഈ കർത്താവ് നമുക്ക് പുതിയ ഉന്മേഷം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് യഹോവ എന്നോട്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. ജെറമ്യാ 1:8 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുൾപ്പാട്. ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ടെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടും ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജെറമ്യാ ചാപ്റ്റർ 1:10 കർത്താവ് പറയുവാണ്, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദിസ് എ പ്രൊഫറ്റിക്കൽ വേർഡ് ഓഫ് 2026. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ജെറമ്യാ ചാപ്റ്റർ 1:10 See, I have this day set you over the nations. Praise the Lord. Hallelujah. Set you over the nations and over the kingdoms to root, praise the Lord, out and to pull down,
to destroy and to throw down, to build and to plant. Praise the Lord. Hallelujah. That means our God's authority and power, our God is handing over to you for a special purpose, for a special assignment to fulfill through your hand, our God want to do in the year 2026. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എപ്പോഴൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ മുന്നോട്ട് നീങ്ങണം. അവിടെയെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അവിടെയെല്ലാം നമ്മൾ ഓടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2026 പ്രൊഫറ്റിക് വേഴ്സ് ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെനിക്ക് കർത്താവിന് ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൊഫറ്റിക് വേഴ്സ് ഐസ ചാപ്റ്റർ 61 വേഴ്സ് 7. ഐസ പ്രായം ദിവസം 61 വാക്യം പറഞ്ഞതെന്ന് വെച്ചാൽ, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും, അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് പറയുന്നു, ആരും അറിയാത്ത എന്ന് പറഞ്ഞാൽ ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ ദാസൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ എന്ന് എല്ലാവരോടും പറയും. ജാതികളടക്കം വിളിച്ച് പറയും. അതിൻ്റെ അവസരം ഉണ്ടാകും. 2026 ചിലരുടെ മേലെ കർത്താവ് അത് പകരാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് പ്രോഫറ്റിക്കൽ വേർഡ്സ് നമുക്കറിയാം. ജെറമ്യ ചാപ്റ്റർ 1 വേഴ്സ് 7, 1 വേഴ്സ് 10 കർത്താവ് പറയുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ that's a God. Praise the Lord. Our God is saying, Bible is saying, praise the Lord. Hallelujah. I have this day set you over the nations. God കർത്താവ് പറയുന്നത് വെച്ചാൽ I am going to do that one. Praise the Lord. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തി നിങ്ങൾ തറക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സുവിശേഷം തറക്കാൻ പറ്റത്തില്ല. കർത്താവ് ദൈവത്തെ അനുഗ്രഹം തറക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുൾ തറക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അന്താരാഷ്ട്രീയത്തോട് ചുറ്റും കൂടും. വിട്ടുകൊടുക്കരുത്. ദൈവത്തിന് വേണ്ടി നിൽക്കണം. ദൈവത്തിന് വേണ്ടി ഓടണം. ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ ഓടണം. വൻ കാര്യങ്ങൾ കർത്താവ് നിങ്ങളോട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശങ്ങളിൽ നിങ്ങൾ ഓടി നടക്കും കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട്. നിങ്ങളുടെ സന്തതികൾ യഹോവയെ അനുഗ്രഹിക്കുന്ന സന്തതി എന്ന് പറയത്തക്ക വണ്ണം തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. ഈ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. പിതാവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും വിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 2026 പ്രോഫറ്റിക് മെസ്സേജ് ഞാൻ ഡിക്ലെയർ ചെയ്തപ്പോൾ കർത്താവിൻ്റെ ശക്തിയാൽ അനേകം ആൾക്കാർ കർത്താവ് ടച്ച് ചെയ്യുന്നവർ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും വിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഹെവൻലി ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആരൊക്കെ പ്രോഫറ്റിക് മെസ്സേജ് ഡിക്ലെയർ, എനിക്ക് ഈ മെസ്സേജ് എൻ്റെ മെസ്സേജ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, ഇതിന് ഈ ശക്തി അവരിലേക്ക് ചെല്ലുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, every sickness, every drawback, every infirmities which is coming and standing against your children of God life, എല്ലാം നമുക്കറിയാം അസുഖകരമായിട്ടും അതേപോലെ തന്നെ എല്ലാ ശാരീരിക ബലങ്ങളാലും ബുദ്ധിമുട്ടുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം അതുവഴി പ്രസംഗിക്കാൻ പറ്റില്ലാത്ത രീതി പിശാച് തടയുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ ടുഡേ ഈസ് എൻഡ് ഓഫ് ദാറ്റ് ഡേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ അസുഖത്തിൻ്റെയും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയുടെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ അവസാനത്തെ ദിവസമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ തിരത്വത്തെ ഒഴിച്ച് ആ ദുരാത്മാവിനെ ഞാൻ ബന്ധിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു ആർ ചെയിൻഡ്. ദ സ്ട്രോങ് സ്പിരിറ്റ് യു ആർ ചെയിൻഡ്. ഐ അപ്ലൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് റൈറ്റ് നൗ. ഐ ഹോളി ഗോസ്റ്റ് ഫയർ റൈറ്റ് നൗ. Fire that altar right now. Fire that the witchcraft altar. Fire that strong spirit altar right now. In the mighty name of Jesus Christ. In the mighty name of Jesus Christ. I destroy the power right now. In the name of Jesus Christ. In the mighty name of Jesus Christ. Oh, Holy, thank you. Shambam Thamalati Dapan. Shambal Laka Ladi. Shambam Thamulata. Shaga Ladi Dapana Lada. Hinda Manadi Dakana. Ilam Lagana Radi. Shambam Maladi. The name Kudamal Gata Samadan Dernating. Shambam Thamaladi. Uramba Lakana. Shamba Thapa Ladi Dapanam. ഈരമ്പൽ ലക്കന ലതന ഷംബ കുടുംബ യോഗം കുടുംബ മീറ്റിങ്ങുകൾ കൂടുന്നതായിട്ട് ഞാൻ കാണുന്നു. ഷംബം ധ മലതി പത്ത മലത്ത ലക്കനി രതി കുടുംബ നമുക്കറിയാം കൂട്ടായ്മകൾ, വീടുകളിൽ കൂട്ടായ്മകൾ വരുന്നതായിട്ട് ഞാൻ കാണുന്നു. ഷംബം ധ മലതി ഷംബ രഥ രകന ഊരമ്പ ലഫ രകനി രതി ഷംബം ധ രഖ ഷംദ ദബന ലത ലകനി ഊംബന്ധ മലതി ദപന ഊരമ്പ ലക്കന ലതി ദകനി ഷംബന്ധ ഒരു സ്നേക്കിൻ്റെ അറ്റാക്ക് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഐ റെബിക് ദ സ്നേക്ക് അറ്റാക്ക് റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. തമ്പല്ലക്ക
കല്ലതി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഷംബന്ധ മുലഥ ലഗ അമ്പന്ത ഫാദറിനെ യേശുവിൻ്റെ നാമത്തിൽ കരുതി കേൾക്കുന്ന ഓരോ വ്യക്തി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും വിശുദ്ധാരുടെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ 2026 അങ്ങയ്ക്ക് വേണ്ടി അനേക സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്ന വ്യക്തികളായി മാറട്ടെ കർത്താവ്. ഓരോ വ്യക്തികളും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി മെസ്സേജുകൾ പറയാനായിട്ടുണ്ടെങ്കിൽ തുടർമാനായിട്ട് ഓരോ ദിവസങ്ങൾ പറയുന്നതായിരിക്കും. കർത്താവ് തന്ന ഒത്തിരി പ്രോഫിറ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് പ്രൈസ് ഓരോ ദിവസവും ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മീറ്റിംഗത്തിൽ ഷെയ്ക്ക് ദ നേഷൻസ് ഗോസ്പൽ റിവ്യൂ 2026 റിവ്യൂവിൽ ഓൺലൈനിൽ എന്നോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കാൻ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എത്ര ദൂരദേശമാണെങ്കിലും എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പ്രസംഗിക്കാം. നിങ്ങളായിരിക്കുന്ന ദേശത്ത് ലോക റിവ്യൂവിലും വേണ്ടി നിങ്ങൾക്ക് എന്നോടൊപ്പം ജോയിൻ ചെയ്യാം. താല്പര്യമുള്ള ആൾക്കാർ യു ക്യാൻ ജോയിൻ വിത്ത് മീ. യു ക്യാൻ കോൺടാക്ട് മീ റൈറ്റ് നൗ. ദ പീപ്പിൾ ദോസ് somebody want to join with this gospel revival, no matter how what is the distance, maybe UK, Europe, in Africa, North and South America, Asian countries, in India, you can connect with me in WhatsApp. Praise the Lord. We can contact in WhatsApp and we can pray together. Praise for the revival. Praise. We can arrange a meeting. Praise the Lord. Hallelujah. Our God will encourage you. Our God will multiply you. Our God will use you in the year 2026. The people, those who are interested, you can contact me on WhatsApp. Praise the Lord. എല്ലാം ദൈവം ഗോഡ് ബ്ലസ് യു. എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ മെസ്സേജിന് ശേഷം ഞാൻ പിൻ നമ്പറായിട്ട് കൊടുക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു എല്ലാവരും. താങ്ക് യു.